അതായത് ഇതുവരെ അജ്ഞാത വോട്ടർമാർ വന്ന് BJPക്ക് വോട്ട് ചെയ്തു എന്നാണോ? ഇപ്പോൾ SIR പ്രോസസ്സിലൂടെ അജ്ഞാത വോട്ടർമാരെ നീക്കം ചെയ്യുന്ന ഒരർത്ഥത്തിൽ നല്ലതാണ് എന്ന അനുമാനത്തിലെത്താൻ കഴിയുമോ? ഇത് പൂർണ്ണമായി നീക്കം ചെയ്തുവെന്നോ ഇനി രണ്ടാമത്തെ കരട് പട്ടിക വരുമ്പോഴും അതിനെ പരിഷ്കരിച്ച് വീണ്ടും അഡീഷൻ ഡിലീഷൻ കഴിഞ്ഞ് വരുമ്പോഴും ഇത് ആവർത്തിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR നടപടികളുടെ ഒരു ആദ്യഘട്ടമായിരിക്കുകയാണ്. അതായത് അതിന്റെ എൻറോൾമെന്റ് ഫോം പൂർണ്ണമായി വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്താക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ലിസ്റ്റ് നടത്തില്ല ASCയുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അസ്വാഭാവികതയാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മണ്ഡലം ഓരോ നിയമസഭാ മണ്ഡലം തിരിച്ചിട്ടാണ് ഈ ASC ലിസ്റ്റ് കാണാതായ അല്ലെങ്കിൽ ഫോം തിരിച്ചേൽപ്പിക്കാത്തവരുടെ ലിസ്റ്റുകൾ പരിശോധിക്കുന്നത്. അത് നമ്മൾ സംസ്ഥാനത്തുടനീളം 140 മണ്ഡലങ്ങളുടെയും വേർതിരിച്ച് പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ, അതായത് ആകെ 25 ലക്ഷം പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. പുറത്താക്കുന്നവരുടെ ലിസ്റ്റിലുള്ളത് 25 ലക്ഷം പേരാണ്. അതിൽ 5.5 ലക്ഷം പേരും, അതായത് 22.26% പേരും 20 മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ്. 20 മണ്ഡലങ്ങളുടെ പ്രത്യേകത 11 മണ്ഡലങ്ങൾ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളാണ്. 11 9 രണ്ടാം സ്ഥാനത്തേക്ക് വന്ന മണ്ഡലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളിലുള്ളതിൽ 22% പുറത്താക്കപ്പെടുന്ന ലിസ്റ്റിലുള്ളത് ഈ 20 മണ്ഡലങ്ങളിലൊന്നുള്ളതാണ്. ഇത് നമ്മൾ ഓരോന്ന് മണ്ഡലം പരിശോധിച്ച് അതിന്റെ ബൂത്ത് വൈസ് നമ്മൾ പരിശോധിക്കുമ്പോൾ, കാരണം ഈ ASC ലിസ്റ്റിൽ എന്തുകൊണ്ടാണ് അവർ പുറത്താക്കുന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്നവരുടെ ലിസ്റ്റിൽ പെട്ടതെന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അൺട്രേസബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് ആയിരിക്കും, അല്ലെങ്കിൽ പെർമനന്റ് ഷിഫ്റ്റ് ആയിരിക്കും, ചിലത് റെഫ്യൂസ്, അങ്ങനെ പല തരത്തിലുണ്ടാവും. നമ്മൾ തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തേക്കാണ്, തൃശ്ശൂരിലാണ് കൂടുതൽ, കാരണം ഏറ്റവും കൂടുതൽ വിജയിച്ച സ്ഥലം തരത്തിൽ ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയ ബൂത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില ബൂത്തുകൾ 29 ബൂത്തിൽ പറയുന്നതിൽ അൺട്രേസബിൾ, കാണാൻ കഴിയാത്തതാണ്. 339 ആകെ ഒഴിവാക്കപ്പെടുന്നവരിൽ 334 പേരും അൺട്രേസബിൾ ആണ്. ചില ബൂത്തിൽ ഷിഫ്റ്റഡ്, ടോട്ടൽ ഷിഫ്റ്റഡ്, അതായത് 200 ഉള്ളതിൽ 150 160 വോട്ടുകൾ ടോട്ടലി ഷിഫ്റ്റഡ് ആണ്. സുരേഷ് ഗോപി വോട്ട് ചെയ്ത മണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി ഒഴികെ അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ, ഭാര്യ ഉൾപ്പെടെല്ലാം ടോട്ടലി ഷിഫ്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ കാര്യങ്ങൾ നടന്നിട്ടാണോ? ഒന്ന്, പുറത്തുനിന്നുള്ള ഒരുപാട് വോട്ടർമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ അതിനുവേണ്ടി തൃശ്ശൂർ ഇലക്ഷൻ ഭാഗമായി വരികയും പിന്നീട് അവരവിടെ വോട്ട് ചെയ്തതിനു ശേഷം വോട്ട് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഷിഫ്റ്റ് വോട്ടർമാരുടെ പാറ്റേൺ തെളിയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കള്ള വോട്ടിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അജ്ഞാത വോട്ടർമാർ കുറേയൊക്കെ ഒരു സാങ്കേതികമായി ഒന്നായിരിക്കും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പല ഉൾപ്പെടാത്ത. ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടി നമ്മളൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ശിവൻകുട്ടി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ 11 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 20 മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അജ്ഞാത വോട്ടർമാരുള്ളത് എന്ന് SIR രേഖകൾ അന്വേഷിച്ച് മീഡിയ വൺ കണ്ടെത്തിയിട്ടുണ്ട്.